ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പെക്സ്. 2019 കിയ ആദ്യമായിട്ട് ഇന്ത്യയിൽ സെൽട്ടോസ് എന്ന് പറയുന്ന അവരുടെ അബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി കൊണ്ടുവരുന്ന സമയത്ത് ആ വണ്ടി ഇന്ത്യയിൽ വളരെ യൂണീക്കായിട്ട് നിന്നിരുന്നൊരു വാഹനമാണ്. കാരണം ആ സമയത്ത് എല്ലാ വണ്ടികളും BS6 കംപ്ലൈൻ്റ് അല്ലായിരുന്നു. അതുപോലെ അത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഈവൻ ആ സമയത്തുണ്ടായിരുന്ന ജെൻ 1 ക്രെറ്റ പോലും ഇത്രയും ഫീച്ചേഴ്സ് ഓഫർ ചെയ്തിരുന്നില്ല. അത് കഴിഞ്ഞ് 2020 പുതിയ ക്രെറ്റ വന്ന സമയത്താണ് അത്രയും ഫീച്ചേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. ഏതായാലും ഇത്രയും വണ്ടികൾ ഇവിടെ ഇറക്കിയതിന് ശേഷം, അതായത് നമ്മൾ ആദ്യം സെൽട്ടോസ് കണ്ടു, പിന്നെ സോണറ്റ് കണ്ടു. അതിന് മുമ്പേ അവർ കാർണിവൽ ഇറക്കിയായിരുന്നു. പക്ഷേ കാർണിവൽ ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം അതിൻ്റെ പ്രൊഡക്ഷനും സെയിൽസും എല്ലാം വളരെ കുറവായതുകൊണ്ട് അവർ ആ വണ്ടി നിർത്തി. പക്ഷേ പുതിയ ജനറേഷൻ കാർണിവൽ അധികം വൈകാതെ തന്നെ വരും. എനിവേ അതൊക്കെ കഴിഞ്ഞ് അവർ കാരൻസ് എന്ന് പറയുന്ന ഒരു 7 സീറ്റർ റീക്രിയേഷണൽ വെഹിക്കിൾ എന്ന് വിശേഷിപ്പിക്കുന്ന വാഹനം ഇറക്കി. ഇനി അടുത്തത് എന്ത് എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടാൻ പോകുന്നത്. അതാണ് കിയ ക്ലാവിസ്. ഇനി എന്താണ് കിയ ക്ലാവിസ്? തീർച്ചയായും അങ്ങനെ ഒരു സംശയം ഉറപ്പായിട്ടും വരും. കാരണം ക്ലാവിസ് എന്ന് പറയുന്നൊരു പേര് നമ്മളിതുവരെ കേട്ടിട്ടില്ല. ഈവൻ കിയയുടെ ഇൻ്റർനാഷണൽ മോഡൽസിന് വരും അങ്ങനത്തെ ഒരു പേരൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി വരുന്നത്, ഇതിപ്പോൾ എന്ത് വണ്ടിയാണെന്ന് എവിടെ ആരും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അതായത് കിയ എവിടെയും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഈ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ എന്നാൽ ഇപ്പോൾ കിട്ടുന്ന റൂമേഴ്സ് അനുസരിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ എക്സ്റ്ററിൻ്റെ SUV വേർഷൻ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം കിയ പറഞ്ഞിരിക്കുന്നത് അവർ ഇന്ത്യയിൽ കൂടുതൽ SUV ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളായിരിക്കും കൊണ്ടുവരുന്നത് എന്നാണ്. അല്ലാതെ അവരിവിടെ സെഡാൻ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ MPV എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവരൊരു RV ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ പോലും അതൊക്കെ കൈൻഡ് ഓഫ് SUV പോലെയൊക്കെ ഇരിക്കുന്ന വണ്ടികളായതുകൊണ്ട് റീക്രിയേഷൻ വെഹിക്കിൾ SUV ആണ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പോലും നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമും അതുപോലെ അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ അതും ആൾക്കാർ ആ ഒരു റേഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എക്സ്റ്ററിൻ്റെ ഒരു റീബ്രാൻഡഡ് മോഡൽ, അതായത് കിയയുടെ വേർഷൻ ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് വിചാരിക്കാം. പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ഡിഫറൻസ് കാണാൻ പറ്റും. കാരണം എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ ഹ്യുണ്ടായുടെ വണ്ടിയും അതുപോലെ കിയയുടെ വണ്ടിയും സൈഡ് ബൈ സൈഡ് വെക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേ പ്ലാറ്റ്ഫോം ആണെന്ന് പോലും തോന്നാത്ത അവസ്ഥയിലാണ് രണ്ട് വണ്ടികളും ഇരിക്കാറ്. ഇപ്പോൾ സെൽട്ടോസും ക്രെറ്റ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ കാരൻസും ആൽക്കസാർ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ഡിഫറൻസ് ഉണ്ട് വിഷ്വലി നമ്മൾ കാണുന്ന സമയത്ത്. അങ്ങനെ ഇഷ്ടംപോലെ വ്യത്യാസമുണ്ട്. ഈവൻ ഇൻ്റർനാഷണലി വരുന്ന മോഡലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മോഡൽ, അതായത് എക്സ്റ്റർ എന്ന് പറയുന്ന ഹ്യുണ്ടായുടെ വണ്ടി കിയ മാറ്റി അവരുടെ രൂപത്തിലാക്കിയാൽ പോലും നമുക്ക് തീർച്ചയായും നല്ല രീതിയിലുള്ള സ്റ്റൈലിംഗ് ഡിഫറൻസ് കാണാൻ പറ്റും. എക്സ്റ്റർ തന്നെ ആൾക്കാർ കാണാൻ അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പേഴ്സണലി എനിക്ക് ആ വണ്ടിയുടെ റിയർ ഡിസൈൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ പോലും പൊതുവെയുള്ള അഭിപ്രായത്തിൽ ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ കിയയുടെ വണ്ടി വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒരു നോർമൽ ഡിസൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഓക്കെ ആണെങ്കിൽ കിയയുടെ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈനിലായിരിക്കും വരുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ എക്സ്റ്റർ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിട്ടുള്ള ആ വണ്ടി തന്നെ അവരൊന്ന് ഹൈറ്റൊക്കെ കൂട്ടി ഇറക്കിയതാണ്. അതും ഹ്യുണ്ടായി തന്നെ ഈ വണ്ടിയിലാകെ എക്സ്റ്റീരിയറിൽ മാത്രമേ വ്യത്യാസം കൊടുത്തുള്ളൂ. ഇൻറ്റീരിയറൊക്കെ വളരെ സെയിം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആകെപ്പാടെ കുറച്ച് കളർ തീമിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടാൽ മനസ്സിലാവും. ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെയും അതുപോലെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല, ഒരു ട്രിം പീസിൻ്റെ വ്യത്യാസം പോലും ഇല്ല. ആകെപ്പാടെ ഉള്ളത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആണ്. മറ്റതിൻ്റെ നമുക്കൊരു എന്താ പറയുന്നത് കൈൻഡ് ഓഫ് ഐവറി ബ്ലാക്ക് അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഏതായാലും കിയയുടെ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഡാഷ് ബോർഡിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അഗെയിൻ നമ്മൾ ക്രെറ്റയുടെയും സെൽട്ടോസിൻ്റെയും കേസെടുത്താൽ അവിടെയും ഡാഷ് ബോർഡ് ഡിസൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. രണ്ട് വണ്ടിയിലും യാതൊരു സിമിലാരിറ്റി ഇല്ല. അപ്പോൾ പിന്നെ ഇത് കിയയുടെ വേർഷൻ വരുന്ന സമയത്ത് ഇവിടെയും അങ്ങനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗ്രാൻഡ് ഐറ്റൻ സിമിലാരിറ്റി പോയി കിട്ടും. മൊത്തത്തിലൊരു ഫ്രഷ് വണ്ടി ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ആൻഡ് ഈ വണ്ടി വരുന്നത് K1 പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിട്ടാണ്. കിയയുടെയും അങ്ങനെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇനി എഞ്ചിൻ ഓപ്ഷൻസൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഒന്നും വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. സെയിം 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും കിട്ടാൻ പോകുന്നത്. 83 bhp അടുത്ത് പവറും അതുപോലെ തന്നെ 113.8 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പവർ ജനറേറ്റ് ചെയ്യുന്നത്. എക്സ്റ്ററിൽ ഇത് 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. എക്സ്റ്റർ കൂടാതെ നമുക്ക് CNGയിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയും ഏകദേശം ആ ഒരു കൺഫിഗറേഷനിൽ തന്നെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ കിയയുടെ ആദ്യത്തെ CNG വണ്ടിയും മിക്കവാറും ഇത് തന്നെയാവും. ഫീച്ചേഴ്സ് ഈ പ്രൈസ് പോയിന്റ് വരുന്ന വണ്ടി ആയതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഡിഫറൻസ് പ്രതീക്ഷിക്കരുത്. നമ്മളിപ്പോൾ സെൽട്ടോസ് ക്രെറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ സെൽട്ടോസിൽ കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സും ക്രെറ്റയിൽ കുറച്ച് കുറവ് ഫീച്ചേഴ്സാണ് താൽക്കാലികമായി നിൽക്കുന്നത്. പക്ഷേ ജാനുവരിയിൽ പുതിയ ക്രെറ്റ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ എന്തൊക്കെ വ്യത്യാസം വരുന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ടി വരും. ഏതായാലും ഈ വണ്ടിയുടെ അകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിയയുടെ വണ്ടിയിലുണ്ടാകും. അതിപ്പം 8-inch ഇൻഫോർടൈൻമെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 10.25 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഞാൻ പറയില്ല. അതിൻ്റെ നടുവിലൊരു ചെറിയ 4.2 ഇഞ്ച് വരുന്ന MID സ്ക്രീൻ ഉണ്ട്.
ബാക്കി സൈഡിലൊക്കെ നമുക്ക് അഗൈൻ ഡിജിറ്റൽ ഡിസ്പ്ലേ പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ളി ഡിജിറ്റലാണ്, പക്ഷേ എന്നാൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള 10.25 ഇഞ്ച് ക്ലസ്റ്റർ ഒന്നുമല്ല. എനിവേ എന്തെങ്കിലും ആവട്ടെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. ഓക്കെ, അതുപോലെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, സ്റ്റെയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്, അതുപോലെ അലോയ് വീൽസ് അവൈലബിൾ ആണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ബേസിക് ആയിട്ടുള്ളത്. ഇനി കേക്ക് വേണമെങ്കിൽ ഇത് എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് LED ലൈറ്റിംഗ് ആണ്. ഈ വണ്ടിയിൽ നമുക്ക് നോർമൽ ഹാലജൻ ലൈറ്റിംഗ് സെറ്റപ്പാണ് വരുന്നത് ഫുള്ള്. അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ 10.25 ഇഞ്ചസിൻ്റെ വലിയ ക്ലസ്റ്റർ കൊടുക്കാം. അത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കാരണം i20 ഹ്യുണ്ടായി തന്നെ വലിയ ക്ലസ്റ്ററാണ് കൊടുക്കുന്നത്. പക്ഷേ ഹ്യുണ്ടായി ആക്ച്വലി വെന്യൂവിൽ കൊടുക്കുന്ന 8 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇനി ഇതിൻ്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളും ചോദിക്കരുത്, അതൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് ഈ വണ്ടിയുടെ പേര് കിട്ടിയതുകൊണ്ടും അതുപോലെ കിയയുടെ പുതിയൊരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും മാത്രം ഞാനൊരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഞാനിപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.